ഫ്രണ്ട്സ്, ദിസ് ഇസ് പ്രിയ. ഗോൾഡൻ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചീസി ബ്രെഡിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ സ്നാക്സിനും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ലോയിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ബ്രെഡിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തേക്കും. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നമുക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ബ്രെഡ് ഒന്ന് ചൂടായ ഉടനെ തന്നെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ആക്കിയാൽ മതിയാവും, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാപ്സിക്കം ഇതിന് മുകളിലേക്ക് വെക്കാം. അടുത്തായിട്ട് ഇതിന് മുകളിലേക്ക് വെക്കാൻ പോകുന്നത് ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയാണ്. അത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതും കൂടി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൊസറല്ല ചീസ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഈ ചീസിന് മുകളിൽ കൂടെ കുറച്ച് ചില്ലി ഫ്ലെക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ മൊസറല്ല ചീസ് എല്ലാം നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഓരോ ബ്രെഡും കൂടി വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അന്നേരം അവിടെ അത് ഒട്ടിയിരുന്നോളൂ. അതിനുശേഷം ഇതിനെ തിരിച്ചിട്ട് ഇപ്പുറത്തെ വശവും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. കണ്ടില്ലേ, ഈ സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ചീസി ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടോട് കൂടി തന്നെ നിങ്ങൾ ഇതിനെ സെർവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചീസ് എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.